ഈശംശേഖം സ്വീകരിക്കട്ടെ. എൻ്റെ പേര് സാനി എന്നാണ്. ഞാൻ വരുന്നത് ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ്. ഞാൻ 2021 +2 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് കോഴ്സിലോട്ട് പോകണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം +2 ബയോസയൻസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ നീറ്റ് എക്സാമിലോട്ട് പോവുകയാണ്. നീറ്റ് എക്സാമിന് വേണ്ടി 2021 ഞാൻ എഴുതി. വെറുതെ എഴുതിയതാണ്, എങ്ങനെ എക്സാം എന്നറിയാൻ. പിന്നെ ആ എക്സാം തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ മൊത്തം. ഞാൻ 2022 എക്സാമിന് പ്രിപ്പയർ ചെയ്ത്, പക്ഷെ കിട്ടിയില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമാണ് നീറ്റ് എക്സാം. അപ്പോൾ ഞാൻ 2023 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ കൃപാസനത്തിലോട്ട് ഞാൻ വരികയാണ്. 2023 ജനുവരി 30 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. കൃപാസനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുതിലേ തൊട്ട് കേട്ട് വരുന്ന ഒരു പേരാണ്. കൃപാസനത്തിലെ പത്രം എല്ലാ മാസവും എൻ്റെ വീട്ടിൽ കിട്ടും. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്, എൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പം ഞാൻ കാണാറുമുണ്ട്. അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ജനുവരി 30 ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പം ഇവിടെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലെക്ചറിലോട്ട്, അതായത് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, അപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എക്സാമൊക്കെ ഭയങ്കര ടഫൊക്കെ ആയിരുന്നു, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ, എല്ലാവരെ പോലെ തന്നെ. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി ഉപ്പ്, തൈലം, എണ്ണ, പിന്നെ നമ്മുടെ തേൻ ഒക്കെ ഞാൻ എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ തൈലം നെറ്റിയിൽ വരച്ചിട്ടാണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലെക്ചർ ക്ലാസ്സിൽ അതിലും കൂടുതലും ഞാൻ കാണുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സാക്ഷ്യം കേൾക്കാൻ എനിക്കെന്തോ ഭയങ്കര ക്യൂരിയോസിറ്റി, ഞാനിങ്ങനെ സാക്ഷ്യം കേട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ എനിക്ക് കിട്ടാനാണെങ്കിൽ എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെയൊക്കെ ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് എടുത്ത വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ നീറ്റിൻ്റെ സ്റ്റഡീസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. രാത്രിയിൽ ബൈബിൾ വായിച്ച് കിടക്കാമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ രാത്രി ബൈബിൾ വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലും. മാതാവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ തന്നേക്കണേ. എനിക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്കറിയാം, സാധാരണ രീതിയിൽ നിന്ന് വളർന്നുവന്ന ഒരാളാണ്. ഡോക്ടർ ആവാനുള്ള യോഗ്യത ഒന്നും എനിക്കറിയില്ല, പക്ഷേ മാതാവ് ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മെയ് 7 2023 ഞാൻ നീറ്റ് എക്സാമിന് പോവുകയാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്നുള്ള ബുക്കും തൈലും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത്. വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരെയാണ് എക്സാം സെൻറ്റർ കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ അടുത്തുള്ളൊരു കുട്ടിയുടെ കയ്യിൽ ഞാൻ ആധാർ കണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോയി. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി, കാരണം ഞാൻ ആധാർ എടുത്തില്ല. എക്സാം ഹാളിൽ കയറാനേ പറ്റില്ല, അങ്ങനത്തെ ഒരു ചെക്കിംഗ് ആണ് നീറ്റ് എക്സാമിനുള്ളത്. അങ്ങനെ ഞാൻ കയറി അവിടെ ഞാൻ ഷോക്കായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം എൻ്റെ 2 വർഷമാണ് ഇവിടെ പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പിടിയില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷന പ്രാർത്ഥന ഞാൻ എത്ര തവണ ചെല്ലുന്ന എനിക്കറിയില്ല, ഞാൻ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അപ്പച്ചി നേരെ വീട്ടിലോട്ട് എങ്ങനെയും ഇത് എടുക്കണമെന്നുള്ള രീതിയിൽ എങ്ങനെയോ ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കയ്യിൽ ആധാർ കിട്ടി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് തരാനാണെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് മാതാവ് എനിക്കൊരു സൂചന തന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ 12:30 ഞാൻ 12 മണിക്ക് തന്നെ എക്സാം ഹാളിൽ കയറി. എങ്ങനെ സംഭവിച്ചൊന്നും എനിക്കറിയില്ല. മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രം ഞാൻ എക്സാം എഴുതാൻ പറ്റി. പക്ഷേ എന്നാലും എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് എക്സാം എങ്ങനെ എഴുതണം ഒന്നും അറിയില്ല. എങ്ങനെയോ എഴുതി ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. റിസൾട്ട് വന്നു, പ്രതീക്ഷിച്ച മാർക്കൊന്നുമില്ല. ഫുള്ള് ഡിപ്രഷൻ. കാരണം എൻ്റെ 2 വർഷം ഞാൻ നീറ്റിന് വേണ്ടി പഠിച്ച് എല്ലാം പോയല്ലോ ദൈവമേ എന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കൂടെയുണ്ട്, എന്തെങ്കിലും ദൈവത്തിന് അസാധ്യമൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ പ്ലാനുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാതാവിൻ്റെ കൂടെയുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പോവുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഓഫ്ലൈനായിട്ടാണ് പഠിക്കാൻ പോയത്. അങ്ങനെ ഒരു ദിവസം നീറ്റിന് 2023 കുറിച്ചിട്ടുള്ള അലോട്ട്മെൻ്റ് എല്ലാം നടക്കുന്ന സമയത്ത് എൻ്റെ അനിയൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു സ്വപ്നം കണ്ട്, ചേച്ചിക്ക് ഹോമിയോപ്പതി കിട്ടണ സ്വപ്നം കണ്ടെന്ന്. ഞാൻ ശരിക്കും അങ്ങനെ അവനെന്തെങ്കിലും പറയണതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ നേരെ
കാര്യമാക്കിയില്ല. അപ്പോൾ അപ്പച്ചി പറഞ്ഞു എന്തായാലും കണ്ടതല്ലേ, ചുമ്മാ ഒന്ന് കൊടുത്തേക്കെന്ന് വിചാരിച്ച് ഞാൻ നേരെ അന്ന് എൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ അലോൺമെൻറ്റ് വെക്കാൻ പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അന്നുകൂടെ വെക്കാൻ നമുക്ക് പറ്റുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് അലോൺമെൻറ്റ് വെക്കാൻ പറ്റില്ല. ഞാൻ അന്ന് ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ അലോൺമെൻറ്റ് വെക്കാൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കാര്യങ്ങൾ മറന്ന്. അങ്ങനെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്, നീ വെച്ചതല്ലേ നോക്കെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ നോക്കാനൊന്നും പോയില്ല. പിറ്റേ ദിവസം ഞാൻ ചുമ്മാ സൈഡിൽ കയറിയപ്പോഴത്തേക്കും ഇതുവരെയായിട്ട് ഒരു അഡ്മിഷന് ഒരു കോളേജിൻ്റെ പേര് കാണാത്ത എൻ്റെ പ്രൊഫൈലിൽ പടിയാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഞാൻ കണ്ട്. എങ്ങനെ എനിക്ക് തന്നെ ഉറപ്പാണ് എനിക്ക് ഒരടുത്ത് അഡ്മിഷൻ കിട്ടില്ലെന്ന്. പക്ഷേ മാതാവിൻ്റെ ഒറ്റ സഹായത്താൽ എനിക്ക് ഹോമിയോപ്പതിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ഇപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. മാതാവിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഞാനിവിടെ ഉടമ്പടി വെച്ചതിലും എൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന്. അത് മാതാവ് സാധിച്ച്. മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണേ, മാതാവേ കാത്തോളണമേ. അവർ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം എൻ്റെ നെറ്റിയിൽ വരച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത്. മാതാവെ സംരക്ഷിക്കണമേ, ഒരസുഖം വരുത്താതെ കാത്തോളണമേ എന്ന്. മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. മേരി സാനിയ എന്ന ഈ മകൾ തൻ്റെ നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ 3ാമത്തെ തവണ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തു തുടങ്ങുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ നിബന്ധനകൾ പ്രകാരം പ്രാർത്ഥനയിൽ മകൾ പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. അതിൻ്റെ ഓരോ പ്രവൃത്തികളും വളരെ വിശ്വസ്തയോടെ നിർവഹിച്ചു. അത് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും നന്നായി തന്നെ മകൾ ചെയ്തുകൊണ്ടിരുന്നു. അത് മകൾ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, എൻ്റെ ലെക്ചർ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഉടമ്പടി ധ്യാനവും സാക്ഷ്യവും കേൾക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരം സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നത്. അത് ഉടമ്പടിയോടുള്ള മകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വാചകമാണ്. മകൾ എൻട്രൻസ് എഴുതുമ്പോൾ മകൾക്കുണ്ടായൊരു പ്രതിസന്ധിയും അതെങ്ങനെ അമ്മ മാതാവ് വഴി നിസ്സാര സമയത്തിനുള്ളിൽ തരണം ചെയ്തുവെന്നും മകളെ സാക്ഷ്യപ്പെടുത്തി. ആ ആധാർ കാർഡ് 30 മിനിറ്റിനുള്ളിൽ തൻ്റെ കരങ്ങളിൽ ലഭിച്ചതിനെ മകൾ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവ് വഴി മാത്രം ലഭിച്ച ഒരു സഹായമായി അതിനെ കാണുകയും ചെയ്യുന്നു. നീറ്റ് എക്സാമിന് മകൾക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിലുള്ള പ്രവേശനം മകൾ ആ നാളുകളിൽ പ്രതീക്ഷിച്ചിരുന്നുമില്ല. എന്നാൽ അവിചാരിതമായിട്ടാണ് ഒരു ദിനം സഹോദരൻ പറയുന്നത്, നിനക്ക് ഹോമിയോയുടെ സീറ്റ് കിട്ടുന്നതായി സ്വപ്നം കണ്ടുവന്ന. ശരിക്കും അതാണ് മകൾക്കുണ്ടായ ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് മുന്നോട്ട് പോകുവാനായിട്ട്. അതാണ് മാതാവ് മകളുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഒരടയാളവും. കാരണം ഉടമ്പടിയെക്കുറിച്ച് അത്ര കൊണ്ടൊന്നും അറിയാത്ത സഹോദരിയോട് സ്നേഹം കൂടുതലുള്ള സഹോദരൻ രാത്രിയുള്ള ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തെ രാവിലെ സഹോദരിയോട് പറയുമ്പോൾ അവളത് ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കായിട്ട് ആദ്യം കണ്ടു. എന്നാൽ രണ്ടാമത് ചെന്ന് അത് അലോട്ട്മെൻറ്റിൽ ഹോമിയോപ്പതി പഠിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് അത് അപ്ലോഡ് ചെയ്തു. അന്ന് മകൾ പറയുന്നുണ്ട്, ലാസ്റ്റ് ദിവസമായിരുന്നു, ഇനി അടുത്തൊരു ദിവസം അതിനുവേണ്ടി അപ്ലൈ ചെയ്യുവാൻ സാധിക്കില്ല. അത് മാതാവിൻ്റെ ഒരു ഇടപെടലായിട്ട് തന്നെ മകളത് വിശ്വസിച്ച് കണ്ടെത്തുകയാണ്. കാരണം തന്നെ തന്നെ വിലയിരുത്തുകയും തനിക്ക് താൻ വിലയിടുകയും ചെയ്തപ്പോൾ അമ്മ മാതാവ് സഹോദരനിലൂടെ മകളുടെ മനസ്സിലേക്ക് പുതിയൊരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ആരാണ് നിനക്ക് വിജയം നൽകേണ്ടത്? നീയാണോ ഞാനാണോ? ആരാണ് നിൻ്റെ കൈപിടിച്ച് നടത്തേണ്ടത്? നീ തന്നെത്താനെയാണോ ഞാനാണോ? അങ്ങനെ അമ്മ മാതാവ് അവളെക്കുറിച്ച് തന്നെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ, വിധിക്കുമ്പോൾ അമ്മ മാതാവ് കൃത്യമായി സഹോദരനിലൂടെ ദൈവികമായ പ്രചോദനം കൊടുക്കുവാനായിട്ട് ഇടപെടുകയാണ്. അതന്ന് വയ്ക്കുന്ന ആ അലോട്ട്മെൻറ്റ്, അത് വീണ്ടും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴും മകൾ ഒരിക്കൽ പോലും അതെടുത്ത് തുറന്ന് നോക്കുന്നില്ല. അവൾ തന്നെ പറയുന്നു, എനിക്ക് കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള മാർക്കില്ല, അതുകൊണ്ട് ഞാനതെൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചതാണ്. പക്ഷെ നമ്മൾ ഉപേക്ഷിക്കുന്ന നിയോഗങ്ങൾ പോലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി നേടിത്തരുമെന്ന്
ഈ എൽത്താരയിൽ എല്ലാ ദിവസവും സാക്ഷ്യം പറയുന്ന വ്യക്തികളുണ്ട്. നമ്മൾ ഉപേക്ഷിക്കുന്നവ, നമുക്ക് മെറിറ്റില്ലെന്ന് നാം പൂർണ്ണമായി തിരിച്ചറിയുന്നവ, നാം എത്ര പരിശ്രമിച്ചാലും നമുക്കിത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എങ്കിലും വന്നതല്ലേ എന്ന് കരുതി എഴുതി വയ്ക്കുന്നവ, അവയ്ക്ക് പോലും അമ്മ മാതാവ് വില കൊടുക്കുന്നു, മതിപ്പോടെ കാണുന്നു. നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാണെങ്കിൽ അത് തരുന്നതിനൊട്ടും അമാന്തിക്കില്ല. അതാണ് രണ്ടാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം കൂട്ടുകാർ പലരും പറഞ്ഞു അലോട്ട്മെൻറ്റിനെ കുറിച്ച്, തുറന്നു നോക്കിയില്ല. രണ്ടാമത്തെ ദിവസം എന്തായാലും ഒന്ന് പോകണമല്ലേ, നോക്കിയേക്കാം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഹോമിയോപ്പതിക്ക് അവൾക്ക് അലോട്ട്മെൻറ്റിൽ പേര് കിടക്കുന്നു എന്നുള്ളതാണ്. അവൾ ഇന്നവിടെ പഠിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മ മാതാവിനോട് വിശ്വസ്തതയിലാണ് പ്രാർത്ഥിക്കുകയും വിശ്വസ്തതയിലാണ് ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ അത്ഭുതകരമായി തോന്നുന്ന, നമുക്കൊരു പക്ഷേ കഴിവ് കൊണ്ട് നേടില്ല എന്ന് ഉറപ്പിക്കുന്ന, നമുക്കൊരു പക്ഷേ സാധ്യതകൾ ഒട്ടുമുണ്ടാവില്ലെന്ന് നാം തന്നെ തിരിച്ചറിയുന്ന ഇടങ്ങളിലേക്ക് കൂടി ദൈവകൃപയാൽ അമ്മ മാതാവ് ഈശോയിലൂടെ നമ്മളെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ മകൾ പങ്കുവയ്ക്കുന്നത്. മകളുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും എങ്ങനെ ഉടമ്പടി മാതാവ് ഇടപെട്ടു, സഹായിച്ചു, കൈപിടിച്ച് നടത്തി ആഗ്രഹിച്ച ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് മകളെ എത്തിച്ചുവെന്ന് മകള് സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.